ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളുണ്ടല്ലോ മനുഷ്യർക്ക്, അതായിട്ട് ഞങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യണം. ഒരു പരീക്ഷണം വരുമ്പോൾ എല്ലാം കൂടി വരും എന്ന് പറഞ്ഞ പോലെ ബിസിനസ് അങ്ങനെ ശരിക്കും ലോ ആയി. ഒരു വർക്കിന് പോകാനും പറ്റില്ല ഇല്ല. അപ്പൊ പിന്നെ മക്കള് രണ്ടുപേരും കൂടെ തന്നെ നിന്ന്. അപ്പോഴാണ് ഇവിടെ മമ്മിയോട് ചോദിച്ചത്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നമ്മള് പതറാൻ പാടില്ല, ഏതെല്ലാം ലൈസൻസ് ഉണ്ട്, പിന്നെ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവളോട് 10ാം ക്ലാസ് ആയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസൈഡൊക്കെ കൂടുതലുണ്ട്. ആ ഒരു ഭയം എപ്പോഴും എനിക്കുണ്ട്, എന്ന് വെച്ചാൽ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചാലും അവർക്കൊരു ധൈര്യം, അതിന് ശേഷമല്ല അതിന് മുമ്പ് തന്നെ ഞാൻ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. എന്റെ മുമ്പിൽ തന്നെ അവർ ജീവിച്ച് കാണണം. അതിന് നമുക്ക് ഒരു ജോലിയോ ഒന്നും തടസ്സമാകരുത്. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാടവളത്തിലുണ്ട്. ഇതിങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഞാൻ എപ്പോഴും ഒരു ഭയത്തിൽ ജീവിക്കുന്നത്, എന്താണ് ഫ്യൂച്ചർ, എന്തായിരിക്കും. വന്നു കഴിഞ്ഞിട്ട് പിന്നൊരു അവസരം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജനങ്ങളുടെ ഇതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ജർമ്മനിക്ക് വിടാന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇന്നലെ വരെയും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങള് ഇന്ന് രാവിലെ ചർച്ച ചെയ്തതാണ്. അപ്പൊ അവള് ചോദിച്ചു, അപ്പൊ കേരളം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ കേരളം മുഴുവൻ ഇല്ലല്ലോ, ലോകം മുഴുവൻ നിന്റെ കൂടെ ഉണ്ട്. ഇനി ഞാൻ ജർമ്മനിക്ക് പോകണോ? നമ്മൾ വേണ്ട, ഇവിടെ തന്നെ നിനക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മളത് കൈയെത്തിക്കണമെന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാണും ചെയ്യും. അപ്പൊ നീ ഇതിൽ തന്നെ നോക്കിക്കോ, നിനക്ക് മാർഗങ്ങളുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ തടസ്സമായിട്ട് പോണേ, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. പെൺകുട്ടി ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇത്ര ഏറ്റെടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ കാരണം ആൾക്കാണെങ്കിൽ 18 വയസ്സേ ഉള്ളൂ. അപ്പോ പഠിത്തവും അതിന്റെ ഇടയിൽ ഈ ജോലിയും കൂടെ ചെയ്യുമ്പോഴേക്കും അമ്മമാർക്കൊക്കെ ശരിക്കും, എന്റെ അമ്മയ്ക്കൊക്കെ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോ അമ്മയൊക്കെ പറഞ്ഞു, അയ്യോ കാണണമെങ്കിൽ എന്റെ അന്വേഷണം കൂടെ ഒന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ വിട്ടത്. അപ്പൊ എല്ലാ അമ്മമാരുടെ മനസ്സിലുണ്ട് പരീക്ഷ. അപ്പൊ അത് ഓർക്കുമ്പോ അങ്കിളിന് എന്താ തോന്നണേ? അതായത് ഒരു സത്യമുള്ളത്, ഇവള് മാത്രമല്ല ഇങ്ങനെ ജീവിക്കുന്നത്. ഒത്തിരി പേര് ആ മീഡിയ ഇങ്ങനെ അറിയാണ്ട്, നമ്മളെ ആ കമന്റ്സ് ഒക്കെ വായിച്ചറിയാം. 14 വയസ്സിൽ വരെ ജീപ്പ് ഓടിച്ചതായിട്ട് അതിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാല് അതിന് ഇവളിപ്പോഴാണല്ലോ എന്ന് ഞാൻ ഓർത്തു പോയി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് പുറം അറിയപ്പെടാണ്ട് ചെയ്യുന്നവരുണ്ട്. അതിലൊരാള് മാത്രമേ ഉള്ളൂ ഞങ്ങള്. അപ്പൊ എല്ലാവരും ഇതുപോലെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത തന്നെയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ. കേരളം അതാണ്, ആരും ഒറ്റപ്പെടുത്തില്ല. എന്തെങ്കിലും ഒരു ഇത്തിരി ആർക്കെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും അവര്. തളർത്തല് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സത്യം ഞങ്ങക്ക് മുന്നിൽ കാണാൻ പറ്റി. മറ്റേതെല്ലാം മറ്റുള്ളിടത്ത് കാണാൻ പറ്റിയത് ഉള്ളൂ. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നേരത്തെ നാട്ടുകാർ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലോകം മുഴുവനും കൂടെ നിൽക്കലും നിങ്ങളാണ് അതിന് കാരണക്കാരെന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പണ്ടൊന്നും നമുക്ക് ആ അവസരം ഉണ്ടായിരുന്നില്ല. അത് നാട്ടുകാർ മാത്രം എന്തും കാണുള്ളായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് ഉയരാൻ കഴിവുള്ളവരെ ഉയർത്തും. അത് വളരെ സന്തോഷമാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നത്. നിങ്ങളെല്ലാം സപ്പോർട്ട് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നിങ്ങൾ ഉണ്ടാകണം ഇതുപോലെ തന്നെ. തീർച്ചയായിട്ടും. ചേട്ടൻ പറയൂ, ചേട്ടൻ BCA പഠിച്ചോണ്ട് ഇരിക്കുകയായിരുന്നില്ലേ? അപ്പൊ ചേട്ടൻ അനിയത്തി ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നോട്. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ തന്നെ എനിക്ക് ഈ പെങ്ങള് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. എനിക്കൊരു അനിയൻ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇവളും ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റേ എനിക്കുള്ളൂ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് അതിനേക്കാൾ മികച്ചതായിട്ട് ചെയ്യണം എന്നുള്ള എനിക്ക് ഐഡിയോളജി ഉള്ളൂ എനിക്ക് ഇവളോട്. അപ്പൊ ഇവള് അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം പറവൂര് ഞാൻ സൈക്കിളോട്ടിയാ പോയിക്കൊണ്ടിരുന്നത്. ഇവളെ ഞാൻ വിടുവായിരുന്നു, സൈക്കിളോട്ടി പറവൂര് വിടുവായിരുന്നു. സൈക്കിൾ വർഷാപ്പ് ചെയ്യാൻ അറിയാം. ഞാനും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാ ഇത്. ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുത്ത് അവളും ചെയ്യും. ആ രീതിയിൽ ഞാൻ എന്തൊക്കെ മാക്സിമം ട്രെയിൻ ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ ട്രെയിൻ ചെയ്ത് നിർത്തുക ഞാനോളെ. അടിപൊളി. ഇപ്പൊ നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയല്ലേ? എന്താ ചേട്ടന്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ പറയണ എന്താ? എല്ലാരും ചെല്ലുമ്പോ തന്നെ വൈറലായല്ലോ പെങ്ങള്, ഫേമസ് ആയല്ലോ. ഈ രാത്രിയൊക്കെ വിടുമ്പോ പേടിയുണ്ടോ? ആൾക്ക് കരാട്ടൊക്കെ അറിയാന്ന് പറഞ്ഞു, പേടിയുണ്ടോ ഉള്ളില്? അല്ല, എന്നെ അടുത്ത് അടിച്ചു കൂട്ടാ എനിക്കറിയാലോ സ്വയം പോടാൻ. അതുകൊണ്ട് ആ പേടിയില്ല, ജീവിച്ചു പോകുള്ളൂ എവിടെന്നാണെങ്കിലും. എവിടെന്നാണെങ്കിലും തീയില് കുരുത്തവര് വെയിലത്ത് പാടില്ല എന്ന് പറയാ.
അപ്പൊ തീരെ അങ്ങനെ കൊടുത്ത ആള് വാടിപ്പോവില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടുപേരും വളർന്നേക്കുന്നത്. കുഞ്ഞിലാണെങ്കിലും അതെ, എന്റെ ബർത്ത്ഡേക്കാണെങ്കിൽ പോലും ഒരു ഡ്രസ് മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇവര് ഡ്രസ്സിന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് പറയും ഞാൻ പറയും ഇത്തിരി നമുക്ക് എന്തെങ്കിലും മക്കൾ വില കൂടി നിർത്തലാൻ പറയും ഏറ്റവും വില കുറഞ്ഞത് രണ്ടുപേരും നോക്കി എടുക്കുള്ളൂ. അത് ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ പൈസ ഉള്ള സമയത്ത് ഞാൻ പറയും ഇപ്പൊ ഇത്തിരി ടൈറ്റിൽ നേരത്തെ ഞാൻ പറയും മക്കൾ എന്തിനും എടുത്തോ ഇത്തിരി പറഞ്ഞ ആഗ്രഹമാണ് ഇരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ കടയിൽ കൊണ്ടുപോയിട്ട് അവർ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ ശരിക്കും വലിയൊരു ആഗ്രഹങ്ങളൊക്കെ ഇരുന്നത്. പക്ഷെ അത് സാധ്യ സമയത്ത് ഇവരോട് ചോദിച്ചാൽ ഇവരത് എടുക്കില്ലായിരുന്നു. മമ്മി വേണ്ട. ഏറ്റവും പ്രത്യേകത ഇവനാണ്. ഇവൻ വളരെ വില കുറഞ്ഞത് എവിടെ കിട്ടും അത് അന്വേഷിച്ച് പോയി വാങ്ങിച്ചിരുന്ന ആളാണ്. അവരുടെ മക്കൾ രണ്ടുപേരും ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ അലീഷ ഒരു വീഡിയോയില് പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് ന്യൂമോണിയ വന്ന് ഇത് പ്രശ്നം കൂടിയ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഡൗൺ ആയി പോയി. കാരണം ഞങ്ങളുടെ ഞങ്ങളൊക്കെ വെറുതെ ഒരു ഡ്രൈവേഴ്സും അതൊന്നും മാത്രമേ ഉള്ളൂ. പപ്പയും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് മാത്രമേ ഉള്ളൂ. നടക്കുക ചിരിക്കാതെ നടക്കുക അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം മാനേജ് ചെയ്യണതും അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം തലേക്കൂടി പറഞ്ഞത്. ഞങ്ങള് വെറുതെ ഐഡിയ പറയുമ്പോഴും അതിന് ധൈര്യം തന്നെങ്കിലും ഒരാൾ വേണം. ശരിയാണ് നമുക്ക് ചെയ്യാൻ പറയും ഞാൻ ഒപ്പം നിൽക്കാന്നുള്ള എല്ലാ കാര്യവും തുണിക്കടയാണെങ്കിൽ പോലും മമ്മി പറയും നീ തുടങ്ങിക്കോ, ഞാനുണ്ടല്ലോ പറയും നീ തുടങ്ങിക്കളാ പറയും. അങ്ങനെ തുടങ്ങി അങ്ങനെ. പക്ഷെ എനിക്കും എന്റെ മെന്റിലും കാരണം എന്റെ കൈവിട്ട് പോണ ഒരു സ്റ്റേജ് വന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് അധികം ലോണുകളുണ്ട്. വീട് പിന്നെ പഠിക്കാനായിട്ട് ലോണും വണ്ടിയുടെ ലോൺ അല്ലാതെ. അപ്പൊ ഞാൻ ഓരോ ലോൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഫിനാൻസ് ചെറിയ ഫിനാൻസ് ശരിക്കും തലക്ക് ചുറ്റും ലോണുള്ള അവസ്ഥ നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആയപ്പോഴും ഈ അസുഖം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അസുഖത്തിന് എനിക്ക് റിക്കവറി ഇല്ലെന്ന് പറഞ്ഞു. കാരണം അതേ രീതിയിലായിരുന്നു എൻ്റെ അവസ്ഥ ഉണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരും തളർന്ന് എല്ലാവരും തളർന്ന സമയത്താണ് ശരിക്കും ഈ ഫുഡിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതില്ല പക്ഷെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഞാനിപ്പോ അലിമോൾ എന്നോട് പറഞ്ഞു മമ്മി എന്നാലും ഞാനൊന്ന് വണ്ടി ഓടിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പോയതാ. അവള് ഓടിച്ചുണ്ടെന്ന പൈസക്കാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഫുഡ് കഴിച്ചത്. അതുപോലെ തന്നെ കാടക്കോഴി കോഴികളുണ്ടായിരുന്നു, നാടൻ കോഴികളുണ്ടായിരുന്നു. നമുക്ക് ഇൻക്യുബേറ്റർ ഒക്കെ ഞാനും എപ്പോഴും കൂടി ഇൻക്യുബേറ്റർ സെറ്റ് ആക്കി കൊറോണയുടെ സമയത്ത് മുട്ട വീഴ്ച കൊടുക്കുക. ആ സമയത്ത് കാടക്കോഴികൾ കുറവായിരുന്നു, സാധാരണ കോഴികളായിരുന്നു, നാടൻ കോഴികളായിരുന്നു. ഇൻക്യുബേറ്റർ ഒക്കെ ശരിയാക്കി ഞാനും പപ്പയും കൂടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിച്ച് കൊടുക്കലായിരുന്നു നമ്മുടെ പരിപാടി കൊറോണയുള്ള സമയത്ത്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞങ്ങളുടെ രണ്ട് മക്കള് ദൈവം ഞങ്ങൾക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നത്. രണ്ട് മക്കള് എല്ലാരെയും പോലെ എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ റെയർ ആയിട്ടൊക്കെ. കാരണം എല്ലാവരും പറയുമ്പോ എല്ലാവരും പറയും ഇന്നത്തെ കാലത്ത് പിള്ളേര് മയക്കുമരുന്നും കഞ്ചാവും കിട്ടേണ്ട പൈസ. അത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടില് പാരന്റ്സിന്റെ ഒരു വളർത്തി കൊടുക്കുന്ന എങ്ങനെയാണോ അതിന്റെ ഒരു പ്രതിഫലമാണ് മക്കൾ എന്ന് പറയണത്. ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇവരുടെ ഒരു ഇത് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം. അതെ, പാരന്റിങ് അത് വളരെയധികം കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കണത് ഞാനാണ്. കാരണം എനിക്കറിയാം പപ്പ ഇത്രയും പ്ലാൻഡ് ആയിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. വഴുക്കുറങ്ങളൊക്കെ നന്നായിട്ട് വഴുക്കുറയും. ഇപ്പോഴും ഒന്നിനും കുറവൊന്നുമില്ല. ഞാൻ ഇത്ര വളർന്നു എന്നുള്ള ഒരു ഇതുമില്ല. എന്തുണ്ടെങ്കിലും ആ സ്പോട്ടിൽ പറഞ്ഞ അങ്ങ് ഡീലാക്കി. പക്ഷെ അതേപോലെ തന്നെ തലോടാനും അറിയാം. എന്തിനും സപ്പോർട്ടീവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് കുറവാണ്. ശരിക്കും എനിക്ക് ഫ്രണ്ട്സ് കുറവാ. ഞാൻ ഇവരെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് കണ്ടേക്കണത്. ഇവരെ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്റെ A to Z കാര്യങ്ങൾ ഇവരോട് ഞാൻ ഒന്ന് പറയും. അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട്സ് എന്ന് പറയണത് ഇവർ തന്നെയാണ്. എനിക്ക് അങ്ങനെ പുറത്ത് വേറെ ഫ്രണ്ട്സ് വളരെ ചുരുക്കമാണ്. വളരെ റെയർ ആയിട്ട് 1-2 പേര്. അത് മാസത്തിൽ ഒത്തിരിക്കൊക്കെ ഒന്ന് കാണാൻ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെയുള്ള ഫ്രണ്ട്സ് ഇവര് 3 പേരുമാണ്. ഇവർക്കറിയാം എന്റെ A to Z കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണതും ഇവരെനിക്ക് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവരോടാണ് എല്ലാം ചർച്ച ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഇല്ലാണ്ടാക്കിയതല്ല. ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട്സിന് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ ഫ്രണ്ട്സിന് പ്രത്യേകത ഉണ്ട്. അവർക്കൊരു പരിചയക്കുറവുണ്ടല്ലോ. അവര് ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 3 തരത്തില് ഇതുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അവരെന്തിനും ചെയ്തോടാന്ന് പറയും. ചെയ്ത് കഴിയുമ്പോ അവർ മാറിപ്പോവും. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാല് അവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് ചെയ്തെന്തെങ്കിലും പറ്റിയാലും
നമ്മൾ ഉണ്ടാവുന്നല്ല ആ ഇതില് മൈൻഡ് സെറ്റിൽ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ പോലെ തന്നെ ഒരു കാര്യത്തിനും നോ പറയാറില്ല. അവരൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെന്ന് ഹായ് പറഞ്ഞാൽ അവർ ഉടനെ എൻ്റെ ഇത് വന്ന് പറയും. ഞാൻ പറഞ്ഞു ഉടനെ കാണിച്ചിട്ട് നോക്കി അത് എന്നിട്ട് ആ രീതിയിലെ ഫീഡ്ബാക്ക് കൊടുത്ത് അവരെ കൊണ്ടുപോകണം. വെച്ചാൽ അവരുടെ ഈ ഏജിൽ അറിയാലോ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ ഉള്ളതാണ്. നമ്മളിതെല്ലാം പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തി നിർത്തി കഴിയുമ്പോൾ അതൊരു വലിയ കാര്യവും. അവർ വഴക്കിട്ട് നേരെ ജംഗ്ഷനിൽ ചെല്ലും. ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും അവർ എത്തപ്പെടണം നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഭയം എപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വഴക്ക് പറയുമ്പോൾ ഞാൻ അമ്മേനോടും പറയും, ഞാൻ വഴക്ക് പറയുമ്പോൾ ഒരിക്കലും നീ എന്നൊപ്പം നിൽക്കരുത്, എൻ്റെ ഒപ്പം നിൽക്കരുത്, നേരെ താങ്ങിക്കൊണ്ട് പപ്പ പറയാനുള്ള കാര്യം ഇതാന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട്സ് ഏത് രീതിയിലായിരിക്കും ആ രീതിയിൽ നീ അവനെ കൊണ്ടിട്ട് ആശ്വസിപ്പിച്ചോളണം. വൈരാഗ്യം ഉണ്ടാക്കലല്ല, അവർക്കത് അറിയാം എങ്കിൽ പോലും അങ്ങനെയാണ്. ഞാനത് ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊരു വഴക്കുണ്ടാകും, മക്കളോട് വഴക്ക് പറയുമ്പോഴേക്കും രണ്ടുപേരും കൂടി ഒരിക്കലും പറയരുത്. വഴക്ക് പറഞ്ഞാൽ പറഞ്ഞോട്ടെ, മറ്റുള്ളവരെ ആ മകനെ അല്ലെങ്കിൽ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. അവരെ പുറത്തു പോയിട്ടൊരു കൂട്ടുകാരുടെ അടുത്ത് ആശ്വസിപ്പിക്കലല്ല, നമ്മൾ വീട്ടിൽ തന്നെ അവർക്കൊരു ആശ്വാസം കിട്ടണം. അപ്പൊ പിന്നെ അവർക്ക് പുറത്തു പോകില്ല. ചിലപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു സിഗരറ്റിലോട്ട് കൈവച്ച് പോണത്, ആ സിഗരറ്റ് ആയിരിക്കും ചിലപ്പോൾ ഏത് വഴിക്കോട്ട് കയറി പോണെന്ന് അറിയാം. ഞാൻ ഇവരൊന്നും വലിക്കൂലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വലിക്കണമെങ്കിൽ ഒരിക്കലും എന്റെ മുമ്പിൽ വലിക്കണ്ട, എടുത്ത് കളഞ്ഞേക്കണം, ഒളിച്ചു വെക്കരുത് കേട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഒളിച്ചു വെക്കരുത്. നിങ്ങൾ സിഗരറ്റ് വലിക്കണമെങ്കിൽ ഓക്കെ, അപ്പൊ എന്റെ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി എടുത്ത് കളഞ്ഞോ, അല്ലാണ്ട് ആ പുക മിഴുങ്ങുകയും എടുത്ത് ഒളിച്ചു ചുരുട്ടി കൂട്ടി ചെയ്യരുതെന്നേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായിരുന്നു ഞാൻ എന്റെ അതൊക്കെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും. അപ്പൊ അലീഷയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനി അടിപൊളിയായിട്ട് പോട്ടെ. എന്താ പറയാ, പഠിക്കണം നന്നായിട്ട്. പഠിക്കും. തീർച്ചയായിട്ടും. എനിക്ക് വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ.